നമസ്കാരം. ഒരു ദിവസം 1,61,500 രൂപ വരുമാനം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? അതായത് ഒരു മാസം എത്ര വരുന്നു? ഒരു ദിവസമാണ് 1,61,500 രൂപ വരുമാനം. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന ഒരു സർക്കാർ ജോലി സംഘടിപ്പിച്ചാൽ മതി. അതുപോലെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഭാഗത്തിലോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിലോ അതുപോലെ മറ്റെന്തെങ്കിലും ലൈസൻസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളിലോ എവിടെയെങ്കിലും ഒരു ജോലി നേടണമെന്നുണ്ടെങ്കിൽ ഈ വരുമാനം നിങ്ങൾക്ക് നേടാം. അഥവാ അതിനാണ് സർക്കാർ ജോലി നേടുന്നത് എന്ന്. വല്ലാത്തൊരു കഷ്ടമാണല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നേടുമ്പോൾ അറിയാതെ വല്ലോ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ, വിജിലൻസോ ആരെങ്കിലും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ, കൈക്കൂലിന്റെ കാര്യം ഞാൻ പറയണത്, കിട്ടുന്ന ശമ്പളത്തിന് പുറമെ വാങ്ങുന്ന പണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കൈക്കൂലി കേസിൽ അവരൊന്ന് പിടിച്ചു എന്ന് നോക്കിക്കോ, വെള്ളത്തിൽ മുക്കി ചുമന്നു ഒന്ന് നോക്കിക്കോ, അതോടുകൂടി അവരുടെ ജീവിതം കാട്ടയും കൂടും മടങ്ങും. ഇതാണ് അതിന്റെ വസ്തുത. നമ്മൾ ശരിക്കും ഈ വിജിലൻസിന്റെ ഈ പിടുത്തം അത് കൈക്കൂലി എടുത്ത് ഒതുക്കും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് ഒതുങ്ങൂല. ആദ്യം അത് കുറച്ച് ദിവസം റിമാൻഡിലേക്ക് പോവും, പിന്നെ ജാമ്യം എടുത്ത് പുറത്തു വരും, കിട്ടും, കുറച്ച് കഴിഞ്ഞേ കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് സർവീസ് നോക്കി പോകുന്നതിന് ശേഷമായിരിക്കും ട്രയലൊക്കെ കഴിഞ്ഞിട്ട് ശിക്ഷ വിധിക്കുന്നത്. അതുവരെ കിട്ടുന്ന ശമ്പളം മുഴുവൻ കേസിന് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ സസ്പെൻഷനിലായിരിക്കും, ഉള്ള വരുമാനം ഉണ്ടാവില്ല, കുടുംബം വിറ്റ് കേസ് പറയേണ്ടി വരും. അവസാനം പെൻഷനായി വീട്ടിലെ കൊച്ചുമക്കളൊക്കെ കളിപ്പിച്ചിരിക്കേണ്ട സമയത്ത് ഒരു 6-7 കൊല്ലം ജയിലിലുമായി എന്ന് വരും. അതായത് ഇതാണ് നിലവിലുള്ള കൈക്കൂലിക്കാരുടെ അവസ്ഥ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് കുട്ടികളുടെ അമ്മ കുട്ടികളെയും കൂട്ടി കാറിൽ ലാവിഷായി കൈക്കൂലി വാങ്ങാമെന്ന് എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിലെ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായിട്ടുള്ള തൃശ്ശൂർകാരി സ്വപ്ന വലിയ കൈക്കൂലിക്കാരിയാണ്. ലക്ഷറി ലൈഫ്, കാറിലേ പോകുള്ളൂ. 2 കുട്ടികളെയും കൂട്ടിയാണ് കൈക്കൂലി വാങ്ങാൻ പോയത്. ഈ 2 കുട്ടികളെയും കൂട്ടി കൈക്കൂലി വാങ്ങാൻ പോകുമ്പോൾ, സ്വന്തം മക്കളെയും കൂട്ടി കൈക്കൂലി വാങ്ങാൻ പോകുമ്പോൾ ഉള്ള അപകടം അവർ ചിന്തിച്ചില്ല. ഒരല്പം അന്തം വേണ്ട ഈ കൈക്കൂലിയൊക്കെ വാങ്ങുമ്പോൾ. ഒരു ദിവസം എത്ര വരുമാനം വാങ്ങുന്നത്? ഒരു കെട്ടിടത്തിന്റെ ഫൈനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അവർ ചോദിച്ചത് 5,000 രൂപ പെർ റൂം കൈക്കൂലി, 15,000 രൂപ അഡ്വാൻസ്. ആ അഡ്വാൻസ് തുക ആവശ്യപ്പെട്ടപ്പോൾ അവർ നേരെ വിജിലൻസിൽ വിവരം അറിയിച്ചു. വിജിലൻസ് പണം കൊടുക്കാൻ വേണ്ടി നേരെ വൈറ്റില ഏരിയയിൽ വന്നു, പൈസ കൊടുത്തു, അവർ വണ്ടി വിട്ട് പോവുകയും ചെയ്തു. പൈസ വാങ്ങി കീശയിലും വെച്ച്, കീശയിലല്ലോ ബാഗിലൊക്കെ വെച്ച് അവർ വിട്ടുപോയി. 2 കുട്ടികളുമുണ്ട്, അവരുണ്ട്. ലാവിഷായിട്ട് ഇന്നത്തെ ഒരു ദിവസം 15,000 രൂപ കിട്ടിയ ഒരു സന്തോഷത്തിൽ വെച്ച് പിടിച്ചിട്ട് അതിന് പിറകെ നമ്മുടെ വിജിലൻസുകാരും വെച്ച് പിടിച്ചു. അവസാനം പൊന്നുരുത്തിയിൽ വെച്ചിട്ട് വണ്ടി തടഞ്ഞ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. എന്ന് പറഞ്ഞാൽ അവരെ കൈക്ക് 2 പിടിച്ചു. ഫിനോപ്റ്ററിൻ മുക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ, അതുമേലെ കൈമുക്കി പോസിറ്റീവായി. പിന്നെ സ്റ്റിയറിംഗ് വീലിൽ ഒക്കെ ഒന്ന് തുടച്ച് അത് മുക്കിയപ്പോൾ അതുമായി. പണം കണ്ടെടുത്തു, ആ പണം മുക്കി അതും ചുമന്നു. ചുരുക്കം പറഞ്ഞാൽ ആ 2 കുട്ടികൾ ഇനി എന്ത് പഠിക്കണം? അതും കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. കരഞ്ഞു മെഴുകി, നമ്മൾ പറയില്ലേ തൂറി വാരി എന്ന് പറയില്ലേ, അങ്ങനെ കരഞ്ഞു മെഴുകി തുമ്പിലതായി അവിടെ ആ 2 കുട്ടികളുടെ മുന്നിൽ. ആ കുട്ടികൾ, അതാണ് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത്. ചെറിയ 2 കുട്ടികളെ കൊണ്ട് അങ്ങ് പോരുകയാണ്. അവരെ മുന്നിൽ 2 കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. കുട്ടികൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെ എന്നിട്ട് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുക. ഇനിയിപ്പോൾ എന്താ അവസ്ഥ? ഇനി കുറച്ച് ദിവസം റിമാൻഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രയൽ ഉണ്ടാവും, ജയിലുണ്ടാവും. അവർ ഇന്നു വരെയുള്ള കൈക്കൂലി എല്ലാം തെളിഞ്ഞില്ലേ? വീഡിയോ സഹിതം എടുത്തിട്ടുണ്ടാവും, അത് എത്തും. അവർ ഇന്നു വരെയുള്ള എല്ലാ ലൈഫും പോയി. കൈക്കൂലിക്കാരുടെ അവസ്ഥ മുഴുവൻ ഇതാണ്. ഒരു കൈക്കൂലിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തീർന്നു. നമ്മൾ കരുതും അത് എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ടിഞ്ഞ് പോരൂല. മര്യാദയ്ക്ക് കിട്ടുന്ന ശമ്പളവും കൊണ്ട് അവരുടെ ജീവിതം അതിൽ ഒതുക്കി മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ? അത് പോരെ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭർത്താവോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യട്ടെ, കാശുണ്ടാക്കട്ടെ. എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഇവരെയൊക്കെ ഇവിടെ നിയമിച്ചിട്ടുള്ളത്? സേവനങ്ങൾ തീർന്നില്ല, ഇനി പറയാനുണ്ട്. ഇന്നലെ തന്നെ നടന്ന മറ്റൊരു സംഭവം എന്നറിയോ? തൃശ്ശൂരുള്ള 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, എന്താണ് അവരുടെ പേര്? കൃഷ്ണകുമാർ, അനീഷ് എന്നീ 2 പേര് ഡ്രൈവിംഗ് സ്കൂളുകാരയിൽ നിന്ന് 75,000 രൂപ കൈക്കൂലി വാങ്ങി. കൈയോടെ പിടിച്ചു. 2 എണ്ണത്തിനെയും പൊക്കി. പിടിക്കുന്ന സമയത്ത് 86,500 രൂപ വേറെയും ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു ദിവസത്തെ അവരുടെ വരുമാനമാണ് ഞാൻ പറഞ്ഞത്. 1,61,500 രൂപ ഒരു ദിവസം. ഓരോ ദിവസവും ഈ വരുമാനം വരിക എന്ന് പറഞ്ഞാൽ വെറുതെ അല്ലട്ട ഇവരിങ്ങനെ നടക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് പിരിവും മറ്റു കാര്യങ്ങളുമായിട്ട് ജനങ്ങളെ പരിഗണിക്കാറുള്ളത്. ഞാൻ ആലോചിക്കുന്നത് ഈ പണി കൊടുത്ത ആ ആൾക്കാരെയാണ്. ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരെ ശരിക്കും സർവീസിൽ നിന്ന് പുറത്താക്കണം. മറ്റേ പെണ്ണാകട്ടെ മര്യാദയ്ക്ക് ജീവിക്കേണ്ട ഒരു കുടുംബിനിയാണ്. ആ കുട്ടികൾക്ക് ഇനിയിപ്പോൾ അമ്മയില്ല.
കരിയിനുള്ള കാലം ജയിലിൽ കയറി ഇറങ്ങി കിട്ടുന്ന പൈസ മുഴുവൻ പോയി അവരുടെ ജീവിതം മൊത്തം തുമ്പില്ലാതാവും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാമ്പത്തികമായി അവരിനി പറ അടിക്കും. എങ്ങനെ സ്വാധീനിച്ചിട്ടും കാര്യമില്ല, തെളിവില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിടിച്ചു, തെളിവ് സഹിതമാണ് പിടിച്ചത്, ശിക്ഷ ഉറപ്പാണ്. വിജിലൻസ് കേസിൽ ഊരിപ്പോരാമെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇതിനിടയിൽ കാണാൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്നല്ലാതെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല. അവർക്ക് ജയിൽ ശിക്ഷ കിട്ടും, അവരുടെ ജീവിതം കോഞ്ഞാട്ടായി. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോണെന്നറിയാം. ഈ കേസിനും വഴക്കിനും പുല്ലാപ്പിനും വയ്യാഞ്ഞിട്ട് ചിലപ്പോൾ കെട്ടിയും ചിലപ്പോൾ ഇട്ടിട്ട് പോയിന്ന് വരും. അതും വരാം. അതോടുകൂടി തീർന്നു. അതുപോലെ ഇവിടെ ആ കെട്ടികളുമാരുടെ കഥയെന്ന് ആലോചിച്ചു നോക്കുക. 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ ഒരു കഥ. ഇവരെന്ന് കൈക്കൂലി വാങ്ങണം എന്തിനാ? ഇവര് ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന സമയത്ത് പാസ്സാക്കി വിടണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇളവ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വാങ്ങിയ 75,000 വാങ്ങിയത് മറ്റാരിൽ നിന്നോ വാങ്ങിയിട്ടുള്ള 86,500, ഇത് രണ്ടും കൂടെ അങ്ങോട്ട് പിടിച്ച് 1,61,500 രൂപ ഒരു ദിവസം കിട്ടിയെന്ന് പറഞ്ഞാൽ വിജിലൻസ് കൊടുത്തത് മുട്ടം പണിയായിപ്പോയി. ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പാവങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നതാണ്? എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക? നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇച്ഛ വരപ്പിക്കും അവർ, ഇല്ലേ? അങ്ങോട്ടോട് ഇങ്ങോട്ടോട്. ഇവർ സത്യത്തിൽ നമ്മളെ പോലെ ഉള്ളവരെ സേവിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാൻ ചുമതലപ്പെട്ടവരല്ലേ? ഇവിടെ പ്രവാസികൾ ഒരുപാട് വന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് അവസാനം ഒരു നിവൃത്തിയില്ലാതെ കെട്ടിത്തൂങ്ങിച്ചേർത്ത ഒരുപാട് കഥയുണ്ട്. നമ്മുടെ സർക്കാർ തന്നെ പറയുന്നുണ്ട് ഇവിടെ വ്യവസായ കേരളമാണെന്ന്. പക്ഷെ വ്യവസായ കേരളം ആണോ ഇവിടെ? ഒരു വശത്ത് ട്രേഡ് യൂണിയൻകാരുടെ ബുദ്ധിമുട്ട്, എത്രയോ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി. ഈ അടുത്തൊരു വെയർ ഹൗസ് പൂട്ടിപ്പോയി, മറ്റു പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോയി, പലരും ആത്മഹത്യ ചെയ്തു. ഈ അടുത്ത കാലത്ത് വണ്ടൂരിന്റെ അടുത്ത് ഒരു സ്ഥാപനം പൂട്ടി. അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങൾ പൂട്ടുന്ന കഥ നമ്മൾ കാണുന്നുണ്ട്, ട്രേഡ് യൂണിയൻ കാരണം. പിന്നെ എന്തൊക്കെ പേപ്പേഴ്സ് വന്നാലും എന്തൊക്കെ മാറ്റം വരുത്തിയാലും കടലാസുകൾ ഒപ്പിട്ട് കൊടുക്കാത്ത കാരണത്താൽ മറ്റു പല സ്ഥാപനങ്ങളും ഒരാൾ ആത്മഹത്യ ചെയ്തതെന്ന് നമുക്കറിയാം. പല സ്ഥലങ്ങളും ഒന്നല്ല, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ, കോടികൾ മുടക്കിയുള്ള സ്വപ്നങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ അധ്വാനം മുഴുവൻ മുടക്കിയിട്ട് കൊടുക്കാത്ത, അതൊക്കെ കോഴയുടെ കൈക്കൂലിയുടെ ഒരു പിന്നിലുള്ള കഥയാണ് ഇതൊക്കെ. അപ്പോൾ ഇവരൊക്കെ ശരിക്കും കൊലയാളികൾ കൂടിയാണ്. ഒരു ദാക്ഷിണ്യവും നോക്കേണ്ടതില്ല. ഈ 15,000 രൂപ ഈ സ്ത്രീ വാങ്ങുമ്പോൾ ആ 15,000 രൂപ അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം മനസ്സ് നേറിയാണ് കൊടുക്കുന്നതെന്ന് അവർ ചിന്തിക്കേണ്ടത്. അവർ 2 കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാനുള്ള പണമല്ലേ? ഈ 1,61,000 രൂപ കൈക്കൂലി വാങ്ങുന്ന ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അവർ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന സാധാരണക്കാരന്റെ പണം ഞെക്കിപ്പിഴിഞ്ഞ് വാങ്ങിയിട്ടാണ് അവർ കൊടുക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആ പണത്തിന്റെ കണ്ണീരിന്റെ ഒരു വില അവർക്കറിയും. ആ വിലയാണ് ഇനിയുള്ള കാലം ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥയിലുള്ളത്. സത്യത്തിൽ കേരളം നന്നാവാൻ ഇവരാരും സമ്മതിക്കില്ല. ഈ യൂണിയൻകാരും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരും ഇവരെല്ലാം കൂടെ സമ്മതിക്കില്ല. വിജിലൻസിൽ കള്ളന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കള്ളന്മാരും കൊള്ളക്കാരും ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എന്തായാലും വ്യവസായ സ്ഥാപനങ്ങൾ ഒന്നും വരാത്തത്. ഒന്നും ഇവിടെ നടക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മുടെ സർക്കാർ എന്ത് ചെയ്യും? കള്ളു വിറ്റ് അല്ലെങ്കിൽ ലോട്ടറി ചൂത് വിറ്റ് ഇവിടെ ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കും. കള്ളു കുടിപ്പിച്ച് നാടിനെ നശിപ്പിക്കും. ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും ലഹരിയിൽ ആറാടി അവരുടെ കുടുംബം മൊത്തം നശിപ്പിക്കും. അവരുടെ കുടുംബ ബന്ധങ്ങൾ നശിപ്പിക്കും. അവരുടെ സാമ്പത്തിക ഭദ്രത തകർക്കും, കുടുംബ ഭദ്രത തകർക്കും, സാമൂഹ്യ ദ്രോഹികളാക്കി മാറ്റും. ഇതെല്ലാം ചെയ്തിട്ട് ലഹരിക്കെതിരെ സമരം നടത്തും. വേടനെ പോലെയുള്ളവരെ 5 ഗ്രാം കഞ്ചാവിന്റെ പേരിൽ നേരെ തൂക്കിയെടുത്ത് അകത്തിടുകയും ചെയ്യും. എന്നിട്ട് ഇത് ഞങ്ങൾ ആരാണെന്നും നോക്കൂല, എന്താണെന്നും നോക്കൂല, ഞങ്ങൾ കൃത്യമായ നിലപാടുള്ളവരാണ്, ഞങ്ങൾ പൊക്കുന്നു എന്നും പറയും. പക്ഷെ ഇപ്പുറത്ത് അവരുടെ കീഴിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ട്. അവരാണ് ജനസേവകർ, യഥാർത്ഥ ജനസേവകർ. അവർ ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊന്നും കാണുകയുമില്ല. ഏതായാലും ആ വിജിലൻസ് ഓഫീസർമാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇത്തരത്തിലുള്ള കള്ളന്മാരെയും കള്ളികളെയും ഒക്കെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന്. Different angles. Don't forget to subscribe and support this channel.